ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് 2025 ജാനുവരി 1 മുതൽ അയർലൻഡ് ബഡ്ജറ്റിൽ വരുത്തിയ കുറച്ച് ചേഞ്ചസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അപ്ഡേഷൻ ആയിരിക്കും എല്ലാവർക്കും. അതുപോലെ തന്നെ ഇതൊരു ഹാപ്പി ന്യൂസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരിലും ഈ ഒരു അപ്ഡേഷൻ എത്തിയിട്ടുണ്ടാകും. എങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാനായിട്ട് പോകുന്നത് മിനിമം വേജസ്, ഏത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മിനിമം വേജസ് 80 സെന്റ് വെച്ച് കൂടിയിട്ടുണ്ട്. അതായത് അവർലി റേറ്റ് പറയുമ്പോഴത്തേക്കും 13.50 യൂറോ ആണ് എല്ലാവർക്കും മിനിമം വേജസ് ഇപ്പൊ പറയാം. ഇത് 2025 മുതൽ ഇത് അപ്ലൈ ആകും. അതുപോലെ തന്നെ നമുക്ക് പേ സ്ലിപ്പ് വരുമ്പോഴത്തേക്കും പേ സ്ലിപ്പിൽ USC എന്ന് പറഞ്ഞൊരു കട്ട് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, അല്ലാതെ ടോട്ടൽ സാലറിയിൽ നിന്ന് നമുക്ക് ഒരു 4% ടാക്സിനായിട്ട് കട്ടാവുമായിരുന്നു. അത് 4% എന്നുള്ളത് 3% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ടാക്സ് ക്രെഡിറ്റ്, നമുക്ക് ഇയർലി എല്ലാവർക്കും ടാക്സ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു നമ്മുടെ സാലറി വെച്ച് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ടാക്സ് ക്രെഡിറ്റിൽ 125 യൂറോ വെച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൗസിംഗ് ആൻഡ് റെന്റിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ റെന്റ് ഇപ്പം എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും, അയർലൻഡിലെ എല്ലാ സ്ഥലങ്ങളും ഒരു പീക്ക് റേറ്റ് ആണ് ഇപ്പൊ റെന്റിങ്ങിലും അതല്ല പുതിയ വീടിനും ഒക്കെ ഉള്ളത്. അപ്പം ഒരു മിനിമം റെന്റിങ് താമസിക്കുന്ന ഒരാൾക്ക് 1000 ഞങ്ങൾ മയോല് താമസിക്കുന്ന ഒരാൾക്ക് 1200 1400 ഒക്കെ ആയിരുന്നു ഒരു റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ വന്ന സമയത്ത്, ഇപ്പം ഞാൻ വന്നിട്ട് 2 ഇയർ ആയി. അപ്പം 2 ഇയറിൽ ഞാൻ വന്ന സമയത്ത് 825 അല്ലെ 1000 യൂറോയിൽ കടന്ന വീടുകൾക്കെല്ലാം ഇപ്പം 1400 അല്ലെ 2 ബെഡ്റൂമിന് 1600 ഒക്കെയാണ്. ഇത് മയോയിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബാക്കി ലിമറിക്ക്, ഡബ്ലിൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എനിക്കറിയാം നല്ല 2000 എബവ് ആയിരിക്കും നമ്മുടെ റെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് അവർക്കൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. കാരണം നമുക്ക് എല്ലാം നമ്മൾ ടാക്സ് ക്രെഡിറ്റ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ടാക്സ് റിട്ടേൺ നമ്മൾ എല്ലാ ഇയറിലും നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. അങ്ങനെ ടാക്സ് റിട്ടേണിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന റെന്റ്, അതെല്ലാം മെഡിക്കൽ എക്സ്പെൻസ്, യൂണിഫോം എക്സ്പെൻസ്, അങ്ങനെ കുറേ നമുക്ക് ക്രെഡിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. റിട്ടേണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി റെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഈ 2024 വരെ നമ്മൾ 2024 വരെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് 750 ആയിരുന്നു നമ്മൾ റെന്റൽ ക്രെഡിറ്റിന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ 2025 മുതൽ 1000 യൂറോ വെച്ച് നമുക്ക് ടാക്സ് ക്രെഡിറ്റിന് ഇൻക്രീസ് ആയിട്ടുണ്ട്. 1000 യൂറോ. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് 1000 യൂറോ, കപ്പിളായിട്ട് താമസിക്കുന്ന ആൾക്ക് 1000 + 1000 വെച്ച് 2000 യൂറോ വരെ ടാക്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വീട് മേടിക്കുന്ന ആളുകൾ ഹെൽപ്പ് ടു ബൈ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടല്ലോ ഇപ്പം, പുതിയ വീട് മേടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അത് 2029 വരെ ആ ഒരു സ്കീം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതും ഒരു ഹാപ്പി ന്യൂസ് ആണ്. വീട് മേടിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയുന്ന കാര്യങ്ങൾ കെയറിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ, അതായത് ഈ കുട്ടികളെ സിംഗിൾ പേരന്റ് ആയിട്ടുള്ളവർ, അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സണിനെ കെയർ ചെയ്യുന്ന അല്ലെ അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളെ അങ്ങനെ കെയർ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കും കുറച്ച് കാര്യങ്ങൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. അവരുടെ ചാർജസ് അല്ലെ ക്രെഡിറ്റ്സ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഹോം കെയറർ ആയിട്ടുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 150 യൂറോ ആക്കി അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പേഴ്സൺ ചൈൽഡ് കെയറിന് 150 യൂറോ ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. പിന്നെ ബ്ലൈൻഡ് പേഴ്സണ് 300 യൂറോ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് റിലേറ്റീവ്, അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പൈസ കൊടുക്കുക, അല്ലെ നമ്മുടെ പേരൻസിനെ നാട്ടിൽ നോക്കേണ്ടവർ, അല്ലെ ഇവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ 60 യൂറോ വെച്ച് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട്. ഇനി നമ്മൾ സ്കൂളിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൈമറി സ്കൂളിലും ഹോട്ട് സ്കൂൾ മീൽ പ്രോഗ്രാം 2025 വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ആൻഡ് ലിവിങ് സെറ്റ് വരെയായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബുക്സ് ഫ്രീ ആയിരിക്കും. അത് ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ എല്ലാവർക്കും ഫ്രീ ബുക്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂനിയർ ആൻഡ് ലിവിങ് സെറ്റിന്റെ എക്സാം ഫീസിൽ ഒന്നെങ്കിൽ ഒരു റിഡക്ഷൻ, അത് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടോ കുറച്ച് റിഡക്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് സ്കൂളുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ.
അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് സോഷ്യൽ ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മെമ്പേഴ്സ് ആയിരിക്കും. കോൺ മാർക്കറ്റ് അതുപോലുള്ള ഏതെങ്കിലും ഒരു ഇൻകം പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ നമ്മൾ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വീക്ക്ലി അല്ലെ മന്ത്ലി നമുക്കൊരു പേയ്മെന്റ് അതിനകത്തുനിന്ന് നമ്മൾക്ക് ക്രെഡിറ്റ് ആവുമായിരുന്നു. അതൊരു 12 യൂറോ ആയിട്ട് ഇപ്പം ഇൻക്രീസ് ആയിട്ടുണ്ട്. 12 യൂറോ കൂടെ ആഡപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി പെറ്റേണിറ്റി ലീവ്, പിന്നെ അഡോപ്റ്റീവ് പേരൻസിനായിട്ട് നമുക്കൊരു പേയ്മെന്റ് നമുക്കുണ്ടായിരുന്നു. അത് 15 യൂറോ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 9 ഇയേഴ്സിന് താഴെ വരുന്ന എല്ലാ കുട്ടികൾക്കും ട്രാൻസ്പോർട്ടേഷൻ ഫീ ഇനി ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ 70 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഒരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് യാത്രയിലൊക്കെ അല്ലെ അവർക്ക് യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ സഹായമായിട്ട് ഒരാളൂടെ പോവുകയാണെങ്കിൽ ആ കൂടെ പോകുന്ന ആളുകൾക്കും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കും. അതുപോലെ മെനോപോസൽ വുമൻസിന് HRT ഇനി ഫ്രീ ആയിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയും അപ്ഡേഷൻസും അതുപോലെ ഇത്രയും ചേഞ്ചസും ആണ് 2025 മുതൽ ബഡ്ജറ്റിൽ അയർലൻഡ് വരുത്തിയിട്ടുള്ളത്. അപ്പം ഇതെല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ചാച്ചാ.